ദേശവുമായി എത്തിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ ആ സ്നേഹവും കരുണയുമാണ് ഇവിടെ വരുവാൻ കാരണമാക്കിയത്. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ വരവിന് മുന്നോടി എന്ന വണ്ണം സകല ശക്തിയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശങ്ങളെ കാതിലെത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകളെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിനെ കളിയാക്കി നിന്ദിക്കുകയും കല്ലെറിച്ചത് ഒരാളായിരുന്നു ഞാനും. സുവിശേഷം എന്നാൽ മതം മാറ്റുന്ന പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കളിയാക്കി നിന്ദിക്കുകയും ചെയ്തിരുന്ന ഞാനൊക്കെ ഇന്ന് വഴികളിലും തെരുവുകളിൽ നിന്ന് ഈ സന്ദേശം അറിയിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുമെന്നുള്ള തിരുവഴുത്താണ്. എന്താണ് സത്യം എന്നറിയാതെ, ആരാണ് ദൈവം എന്നറിയാതെ, എവിടെയാണ് മോചനം കിട്ടുക എന്നറിയാതെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നുള്ളത്. ആ ജീവനിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നത്. എന്റെ പേര് അജികുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും അതുമൂലം തന്നെ സുവിശേഷം അധികമായി നിന്ദിക്കുന്ന ഒരാളായിരുന്നു. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഞാൻ പ്രവർത്തിച്ച ഒരാളായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിന് ലോകത്ത് വരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് വീഴ്ചകളും വഴിപാടുകളും നടത്തിയതിനു ശേഷം ഒന്നിനെ പിടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ കളിയാക്കിയിരുന്ന, നിന്ദിച്ചിരുന്ന യേശുക്രിസ്തു ദൈവമാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് പിന്നെയും മടങ്ങിപ്പോയി പഴയ പോലെ ജീവിക്കാമെന്ന് കണ്ടു വന്ന ഒരാളായിരുന്നു. എന്നാൽ 2015 18 വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യ ഉദാഹരണപരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത്. അരപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാണെന്ന് യേശു പറഞ്ഞ്, എവിടെയാണ് സമൃദ്ധിയായി ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിലധികമായ ആ ഘട്ടമാണ് ഇന്ന് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ. അനാഥാലയങ്ങളിൽ മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കുന്ന ഒരുപാട് വാർത്തകളാണ് നമ്മുടെ മധ്യേ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വഴികളിൽ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യൻ സ്നേഹമില്ലാതായി മാറുവാൻ കാരണമാക്കിയിരിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യ സസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായി മാറുമെന്ന് വചനം പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അന്ത്യകാലഘട്ടം സമയമായിരിക്കുന്നു, കാലം തികഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ ആസന്ന വേളയിൽ എല്ലാവരും സുവിശേഷം കേൾക്കണം, അറിയണം എന്നുള്ള ദൈവികമായ പദ്ധതിക്കനുസരിച്ചാണ് ഈ സന്ദേശവുമായി ഇവിടെ വരുവാൻ കാരണമാക്കിയത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വചനമുണ്ട്. നാം എല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ ഒരു ന്യായവിധി നമ്മെ കാത്തു നിൽക്കുന്നതിനാൽ ആ ന്യായവിധി കൂടാതെ ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. ഇവിടെ നമ്മൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രശ്നങ്ങളുടെ മധ്യേ നിന്ന് ഒളിക്കുന്ന ഒരു മാർഗമാണ് ആത്മഹത്യ എന്ന് കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നുണ്ട്. എന്നാൽ ഏതെല്ലാം രീതിയിൽ മനുഷ്യൻ മരിച്ചു പോയാലും നിത്യമായ ഒരു ന്യായവിധി നമ്മെ കാത്തു നിൽക്കുന്നതിനാൽ ആ ന്യായവിധിയിൽ അകപ്പെട്ടതിന് ശേഷം ഒരു നിത്യമായ 2ാം ജീവിതവും 2ാം മരണമാണ് നമ്മെ കാത്തു നിൽക്കുന്നത്. ആ 2ാം ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരമായി അന്നദാനം കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കുകയും പാപപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് ഐക്യം ചെയ്ത് കഴിഞ്ഞാൽ തനിതുപരമായി ചെയ്ത സകല പാപവും മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ നാം എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കൊടുത്താലും മനുഷ്യന് പാപത്തെ മാറ്റുവാൻ കഴിയുന്നില്ല. പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. എങ്ങനെ ശുദ്ധീകരിക്കപ്പെടണം രക്തം? അവൻ ഏതെങ്കിലും ആശുപത്രി
ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ട് രക്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ രക്തം കയറ്റി കഴിഞ്ഞാൽ പിന്നെയും പാപത്തിന്റെ രക്തമാണ് നമ്മുടെ ശരീരങ്ങളിൽ വരിക. എന്നാൽ പാപമില്ലാത്തവന്റെ രക്തമായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യന് പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സത്യസുവിശേഷമാണ് നിങ്ങളുടെ കാതുകൾ മുഴങ്ങിക്കേൾക്കുന്നത്. പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ പാപത്തിൽ രസിക്കുമ്പോൾ, പാപത്തിൽ രസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിനക്കിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ന്യായവിധിക്ക് ശേഷം നിത്യമായ രണ്ടാം മരണത്തിലേക്ക് മനുഷ്യൻ അകപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരുപാട് ആളുകൾ സുവിശേഷവുമായി നിങ്ങളുടെ കാതിലെത്തിക്കുവാൻ ദൈവം മുഖാന്തരമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഇതുപോലെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്ന ഒന്നായിരിക്കാം, ഇത് കേൾക്കുമ്പോൾ വെറുപ്പാക്കുന്ന ഒന്നായിരിക്കും. എങ്കിലും ഇത് ജീവനിലേക്കുള്ള സന്ദേശമായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് വന്നവരല്ല, ഞങ്ങൾക്ക് ഇതിനെ വെറുത്തുകൊണ്ട് ഏറ്റവും അധികമായി കളിയാക്കിയായിരുന്നു യേശു ക്രിസ്തുവിനെ ആയിരുന്നു പഞ്ചാബിലും ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിലുമായിരുന്നു സന്തോഷവും സമാധാനം എന്ന് കണ്ടുകൊണ്ട് ജീവിച്ച ഒരു ജീവിതമായിരുന്നു. ആര് പറഞ്ഞാലും അനുസരിക്കാതെ ആരെയും വെറുപ്പിക്കുന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു. ആർക്കും വിടുവിക്കാൻ കഴിയാതെ വന്നപ്പോൾ, ആർക്കും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടി വന്ന ഈ സുവിശേഷമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിൽ തെരുവോരങ്ങൾ വിളിച്ചു പറയുന്നത് മറ്റൊരുത്തിനും രക്ഷയില്ല, നരക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാമം പാടും യേശു മാത്രം കർത്താവ് എന്ന്. അതിനാൽ ഈ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ആസന്ന വേളയിൽ സുവിശേഷം കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിത്യരക്ഷകനെ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൻ കാരണം ആദ്യ മനുഷ്യനായ ആദാം അനുസരിക്കേണ്ട നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണം. അത് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും യാഗങ്ങൾ നൽകിയെങ്കിലും മനുഷ്യൻ പിന്നെയും ദൈവത്തിൽ അകന്നു പോകുവാനിടവന്ന് അകന്നുപോയ മനുഷ്യനെ തേടി 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ താണഭൂമിയിലേക്ക് സ്വർഗത്തിൽ സകല മഹിമയും ഇടിഞ്ഞ് ഇറങ്ങി വരികയും എന്റെയും നിങ്ങളുടെ ശാപത്തെ പാപത്തെ മരണത്തെ വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമാകുകയും കല്ലറെ ഭേദിച്ചുകൊണ്ട് 3 നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവെടുത്ത ഈ യാസന വേളയിൽ ഈ സന്ദേശം നിങ്ങളോടുള്ള സന്ദേശമാണ്. പാപത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിത്യമായ ഒരു ജീവിതമുണ്ടെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് ആ സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുന്ന സന്ദേശമാണ് എന്ന് കണ്ടുകൊണ്ട് ഇതിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഈ സന്ദേശം അതിന് ഉപകാരപ്പെട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്താണ് പ്രയോജനമെന്ന് ബൈബിൾ ചോദിക്കുന്നു. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പണമുണ്ട്, പ്രശസ്തിയുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ പോകാൻ കഴിയുന്നുണ്ട്, നമ്മൾ ഏതെല്ലാം രീതി എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അതെല്ലാം നടക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഭാഗ്യമുള്ള ജീവിതം എന്ന് വിശ്വസിക്കുമ്പോൾ ഭാഗ്യമുള്ള ജീവിതം ഇതല്ല. പാപത്തെ മറച്ചും ലംഘനം ക്ഷമിച്ചു കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് പറയുമ്പോൾ അമേൻ അതല്ല ഭാഗ്യമുള്ളത്. പാപത്തെ മറച്ചു കിട്ടുന്നവൻ, ലംഘനം ക്ഷമിച്ചു കിട്ടുന്ന വ്യക്തിയായിരിക്കും പാപമില്ലാത്തവൻ ഭാഗ്യമുള്ളവനായി മാറുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാപത്തെ മറച്ചു കിട്ടുവാൻ കിട്ടുന്ന ഈ സമയം, ഈ സന്ദേശം നിങ്ങൾ ജീവിതത്തെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കുന്ന സന്ദേശമാണ്, ജീവനിലേക്ക് എത്തിക്കുന്ന സന്ദേശമാണ്, ജീവന്റെ പുസ്തകത്തെ പേരെത്തി കാണിക്കുന്ന സന്ദേശമാണ്. ആയതിനാൽ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ കടിഞ്ഞും മപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. മടങ്ങി വരുക. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ സന്ദേശം നിങ്ങളുടെ കാതിൽ എത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ സന്ദേശത്തെ അവഹേളിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് മാറ്റപ്പെട്ടു പോയ മരിച്ചുപോയ പലരും ആഗ്രഹിക്കുന്നത് തന്റെ കുടുംബത്തിലായിരിക്കുന്ന വ്യക്തികൾ, തന്റെ ചാർച്ചക്കാർ, ബന്ധുക്കൾ ഈ യേശുവിനെ കണ്ടെത്തിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സമയമാണ് അവരുടെ മധ്യം നിൽക്കുന്നത്. അവർക്ക് ഇനി കിട്ടാതിരിക്കുന്ന ആ ഭാഗ്യം ഈ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അത് കരസ്ഥമാക്കി കൊടുക്കട്ടെ. ഈ അവസരം നിങ്ങൾ വൃതമാക്കി കളയരുത്. ഈ സന്ദേശം നിങ്ങൾ തള്ളിക്കളയുകയാണെന്നുണ്ടെങ്കിൽ ക്രൂശന്റെ വചനം നശിച്ചു പോകുന്ന പോഷകത്വവും വിശ്വസിക്ക് നമുക്ക് ദൈവശക്തിയുമാകുന്നു. അതേ സമയം നാം വൃതമാക്കി കളയരുത്. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഈ സമയമാണ് നമുക്ക് രക്ഷിക്കപ്പെടുവാനുള്ള സമയം. ആയതിനാൽ മടങ്ങി വരുവാൻ കിട്ടിയ സമയം, സന്ദർഭം തള്ളിക്കളയാതെ സന്ദേശം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഈ സമയം അത് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ശ്രദ്ധിച്ച എല്ലാവരും നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി